നമസ്കാരം. യഥാർത്ഥത്തിൽ TBTകൾ തുടങ്ങേണ്ടത് നമസ്കാരം എന്ന വാക്കോടുകൂടിയല്ല. കാരണം ഞാനത് പറഞ്ഞു പല TBTകളിലും. പ്രഭാതത്തിലാണ് നാം TBTകൾ കേൾക്കേണ്ടത്. അപ്പോൾ നമസ്കാരം എന്നതിനേക്കാളുപരി മലയാളത്തിലാണെങ്കിൽ സുപ്രഭാതം എന്ന് പറയുന്നതോ ഇംഗ്ലീഷിലാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതോ ഒക്കെയായിരിക്കും ഉചിതം. ഞാനിപ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ സുപ്രഭാതം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് TBT തുടങ്ങണം എന്ന് പറയുന്നത്? TBT കേൾക്കേണ്ട സമയം പ്രഭാതമാണ്. അതായത് നമ്മൾ ജോലി തുടങ്ങുന്നത് പ്രഭാതത്തിലാണ്. ഇന്ത്യക്കാർക്കാണ് താമസിച്ച് ജോലി തുടങ്ങുന്ന സ്വഭാവം. എന്നാൽ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രഭാതത്തിൽ ജോലി തുടങ്ങും. കേരളത്തിലെ സ്ഥിതി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഗവൺമെന്റ് സർവീസിൽ എങ്ങനെയായിരുന്നു ഓരോരുത്തരും ജോലി ചെയ്തിരുന്നത്? എപ്പോഴായിരുന്നു അവർ ഓഫീസിൽ എത്തിക്കൊണ്ടിരുന്നത്? പലരും 11 മണിയോ 11:30 മണിയോ ഒക്കെ ആകുമ്പോഴൊക്കെയാണ് എത്തിക്കൊണ്ടിരുന്നത്. വലിയ ശമ്പളമൊക്കെ അവർ പറ്റുന്നുണ്ട്. പ്രൈവറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൂടിയ ശമ്പളം ഗവൺമെന്റ് സർവീസിലുള്ളവർ പറ്റുന്നുണ്ട്. പക്ഷേ അവർ ജോലിക്കെത്തുന്ന സമയമാണ് ഞാൻ പറഞ്ഞത് 10:30യോ 11:30യോ, ചിലപ്പോൾ അതിലും താമസിച്ച്. അതിനുശേഷം ജോലി തുടങ്ങുന്നില്ല എന്നോർക്കണം. പിന്നെ ആദ്യത്തെ ചടങ്ങ്, ആദ്യത്തെ പ്രൊസീജിയർ മറ്റുള്ളവരോട് സംസാരിക്കൂ എന്നുള്ളതാണ്. അത് 12 12:30 വരെയൊക്കെ ആകും. ഇനി എന്ത് ഓഫീസ് പണിയാണ്? ഇനി ഭക്ഷണം. ഓക്കെ, ഭക്ഷണം കഴിഞ്ഞ ഒരു ചെറിയൊരു വിശ്രമം വേണ്ടേ? വേണം. പലപ്പോഴും അത് 3 മണിവരെയൊക്കെ നീണ്ടുപോകുന്ന വിശ്രമമായി മാറാറുണ്ട്. ഇതിനിടയ്ക്ക് വരുന്ന ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നു എന്ന രീതി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അതിനുശേഷമോ 3 മണി മുതൽ എന്തെങ്കിലും ജോലി തുടങ്ങിയാൽ 4 മണിയാകുമ്പോഴേക്കും കെട്ടിപ്പെറുക്കി വെക്കേണ്ട സമയമായി. 4:30 അവിടെ നിന്നിറങ്ങും. ശരിക്കും യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു മെയ് ദിനം എന്നൊരു മെയ് ദിനം ഉണ്ടായി. മെയ് 1 തീയതി. അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അവർക്ക് കിട്ടുന്നതിന് വേണ്ടി ഷിക്കാഗോയിലെ തെരുവിലൂടെ നടന്ന വലിയ ഒരു സമരത്തിന്റെ ഫലമെന്നോണം ഒരു ഫോർമുല, ഒരു സൂത്രവാക്യം ജോലി സ്ഥലത്ത് ഉത്ഭവിച്ചു. അതായത് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം ഉൾപ്പെടുന്ന 24 മണിക്കൂർ. അതിനെ മോശമായ രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഞാൻ എല്ലാവരെയും അടിച്ചു കുറ്റം പറയുകയല്ല. അവർക്കിടയിലും നല്ലവരുണ്ടാവാം. പ്രത്യേകിച്ച് ഇപ്പോൾ മാറ്റം വന്നു. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പെന്നാണ് പറഞ്ഞത്. പിന്നീട് വന്ന ഗവൺമെന്റുകൾ, മുഖ്യമന്ത്രിമാർ അതിന് മാറ്റം വരുത്താൻ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു, പഞ്ചിങ് മെഷീനുകൾ കൊണ്ടുവന്നു. അങ്ങനെ പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ പൊതുമേഖലയിലും സർക്കാർ പൊതുമേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ TBT സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിലേക്ക് കടന്നു വരാൻ കാര്യം, തുടക്കത്തിൽ ഞാൻ നമസ്കാരം എന്ന് പറഞ്ഞുപോയി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു,
മലയാളത്തിലായിരുന്നെങ്കിൽ സുപ്രഭാതം എന്നാണ് പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നാണ് പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ സുപ്രഭാത് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. കാരണം ഈ TBTകളൊക്കെ കേൾക്കേണ്ട സമയം എപ്പോഴാണ്? ജോലി തുടങ്ങുന്നതിന് മുമ്പ്. ജോലി തുടങ്ങുന്നതിന് മുമ്പ് കേട്ടതിന് ശേഷമേ ജോലി തുടങ്ങാവൂ. അന്ന് വൈകുന്നേരം 8 മണിക്കൂർ ജോലി ചെയ്ത് തിരിച്ചു പോകുന്നത് വരെ അത് ഹൃദിസ്ഥമായിരിക്കണം. ഒരു ചെവിയിലൂടെ കേൾക്കുകയും മറ്റൊരു ചെവിയിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോഴാണ് അപകടങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ പ്രഭാതവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മളുടെ ഇവിടെയും TBT കേൾക്കേണ്ടത് പ്രഭാതത്തിലാണെങ്കിലും പലപ്പോഴും പല കമ്പനികളുടെയും ജോലി സമയം 9:30 വരെ താമസിച്ച് ജോലി തുടങ്ങുന്ന കമ്പനിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പൊതുമേഖലയിൽ നിന്നും ഒരുപാട് നല്ല സംഭാവനകൾ പ്രൈവറ്റ് സെക്ടറിലുള്ളവർ തരുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ 9:30 മണിക്കാണ് ജോലി തുടങ്ങുന്നത്, മറ്റൊരു കമ്പനിയിൽ 9 മണിക്കാണ്, മറ്റൊരു കമ്പനിയിൽ 8:30ക്കാണ്, വേറൊരു കമ്പനിയിൽ 8 മണിക്കാണ്. 7:30ക്ക് ജോലി തുടങ്ങുന്ന ഒരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല കേരളത്തിൽ. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. പല കമ്പനികളും 7:30ക്ക് മുമ്പോ 7-ന് മുമ്പോ 6:30ക്കോ, ഞാൻ ഇനി പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ അതിശയോക്തിയാണെന്ന് കരുതിയേക്കാം, 6 മണിക്ക് തുടങ്ങുന്ന കമ്പനികളുമുണ്ട്. പ്രഭാതത്തിൽ നമ്മൾ ജോലി തുടങ്ങണം. അപ്പോൾ നമ്മളിൽ ചിലർ ചോദിച്ചേക്കാം, ഉറങ്ങണ്ടേ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാനുള്ള ബുദ്ധിമുട്ട്, വെളുപ്പിനുണരാനുള്ള ബുദ്ധിമുട്ട്, അത് ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ അതിൽ പ്രയാസം ഉണ്ടാവില്ല. ആ ഒരു കൾച്ചർ, വിദേശ രാജ്യങ്ങളിലുള്ള ആ കൾച്ചർ നമ്മളും പാലിക്കണം, പാലിച്ചു തുടങ്ങണം. അത് നല്ലൊരു സംസ്കാരമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിച്ചത് PPE കുറിച്ചാണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നുള്ള PPE കുറിച്ച്. പക്ഷേ ഞാൻ മറ്റൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു പോയതിനാൽ PPE കുറിച്ച് നാളെ സംസാരിക്കാം. PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണെന്നറിയാം. ഒറ്റ വാക്കിൽ മാത്രം പറഞ്ഞു നിർത്താം. PPEയിലെ മണ്ടേറ്ററി PPE എന്ന് പറയുന്നത്, അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട PPE എന്ന് പറയുന്നത് 4 എണ്ണമാണെന്ന് നിങ്ങൾക്കറിയാം. അത് തലയിലുള്ള സേഫ്റ്റി ഹെൽമെറ്റ്, കണ്ണിൽ വെക്കേണ്ട ഗോഗിൾസ്, ശരീരത്തിൽ ധരിക്കേണ്ട കവറോൾ, കാലിൽ ധരിക്കേണ്ട ഷൂ. ഇവ കൂടാതെയുള്ള PPEകളെ കുറിച്ച് ഒരു ജോലിയുടെ സ്വഭാവം അനുസരിച്ച് PPE മണ്ടേറ്ററി PPE എന്നുള്ളത് 4-ന് പകരം 5 ആകുന്ന കമ്പനികളുണ്ട്, 5-ന് പകരം 6 ആകുന്ന കമ്പനികളുണ്ട്. ബാക്കിയുള്ള PPEകളെ നാം ഓക്സിലറി PPE അഥവാ അഡീഷണൽ PPE എന്നാണ് പറയുന്നത്. ഇന്നലത്തെ TBTയിൽ ഞാൻ അഡീഷണൽ PPE ആയ മാസ്ക്, മുഖാവരണമായ മാസ്ക്, വായും മൂക്കും മൂടി നിൽക്കുന്ന മാസ്ക് ഉപയോഗിക്കാത്തതിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ ചെവിയിൽ വെക്കേണ്ട ഒരു ഓക്സിലറി PPE ആയ അഡീഷണൽ PPE ആയ സഹായകരമായ സുരക്ഷാ ഉപകരണമായ ഇയർ പ്ലഗ്, ചെവിയിൽ വെക്കേണ്ട പ്ലഗ് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം അപ്രകാരമുള്ള 3 PPEകളെ കുറിച്ച്, അഡീഷണൽ PPEകളെ കുറിച്ച് മാത്രമാണ് ഞാൻ കഴിഞ്ഞ TBTയിൽ സംസാരിച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. മാസ്ക്, ഇയർ പ്ലഗ്, മറ്റൊന്ന് കറുത്ത ഗ്ലാസ്. ഓക്കെ, അടുത്ത TBTയിൽ ഞാൻ PPEയെ കുറിച്ച് സംസാരിക്കാം.
ഹാവ് എ സേഫ് ഡേ.